മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാർച്ച് 4-ാം തീയതി സഭ നമ്മുടെ വിജയദിനത്തിനു വേണ്ടി ഇന്ന് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സബദിപുത്രന്മാരുടെ അമ്മ വന്ന ഈശോയോട് പറയേണ് തൻ്റെ മക്കളായ യാക്കോബിനും യോഹന്നാനും യേശുവിൻ്റെ സിംഹാസനത്തിൽ, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിൽ, യേശുവിൻ്റെ രാജ്യത്തിൽ പ്രധാനമായൊരു സ്ഥാനം കൊടുക്കണമെന്ന്. ഞാനെന്ന ഭാവം ശുശ്രൂഷ ചൈതന്യത്തിൻ്റെ ശത്രുവാണ്. ഞാനെന്ന ഭാവം വെളിപ്പെടുന്നത് അഹങ്കാരത്തിലാണ്. എന്നോടൊപ്പമുള്ളവർക്കെല്ലാം നല്ലതുണ്ടാകണം. എന്നോടൊപ്പമല്ലാത്തവരുടെ ജീവിതത്തെക്കുറിച്ചൊരു കരുതലില്ലാത്തവൻ നല്ല ഒരു ശിഷ്യനല്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനെന്ന ഭാവം ഒരുവൻ അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്, അഹന്ത അധപതനത്തിൻ്റെയും എന്ന സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. നമ്മൾ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നുവെന്ന്. ഞാനെന്ന ഭാവമുണ്ടാകുമ്പോൾ, ഈ ഞാനെന്ന ഭാവം ഉണ്ടാകുന്നത് അഹങ്കാരത്തിലാകുമ്പോൾ വചനം പറയുന്നു അത് നമ്മളെ നശിപ്പിച്ചു കളയുമെന്നാണ് പറയണത്. ഞാനെന്ന ഭാവം മത്സരത്തിന് കാരണമാകുന്നു. ഞാനെന്ന ഭാവം നമ്മളിൽ ആരാണ് വലിയവനെന്ന ചിന്തയുണ്ടാക്കുന്നു. ഞാനെന്ന ഭാവം സുവിശേഷ ചൈതന്യത്തിന് എതിരാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അധികാരമോഹം ബന്ധങ്ങളെയൊക്കെ ശിഥിലമാക്കും. സബദിപുത്രന്മാരുടെ അമ്മ വന്ന ഈ ഒരു കാര്യം ഉണർത്തിക്കുമ്പോൾ ബാക്കി 10 പേർക്കും അവരോട് അമർഷം തോന്നിയെന്നാണ് സുവിശേഷം എഴുതി വച്ചിരിക്കുന്നത്. സ്ഥാനങ്ങളോടും പദവിയോടുമുള്ള ആകർഷണം മനുഷ്യബന്ധങ്ങളെ ശിഥിലമാക്കും. സത്യമല്ലേ? നമ്മുടെയൊക്കെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെയൊക്കെ ഒരു സമൂഹമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ പലപ്പോഴും പല സ്ഥാനമാനങ്ങൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉദിക്കുമ്പോഴല്ലേ പല ബന്ധങ്ങളുമൊക്കെ ശിഥിലമായിട്ട് പോകുന്നത്, ചില സൗഹൃദങ്ങളൊക്കെ നമുക്ക് നഷ്ടമായിട്ട് പോകുന്നത്. വളഞ്ഞ വഴി സ്വീകരിക്കുന്ന യാക്കോബും യോഹന്നാനും അവർ അപൂർണമായ ശിഷ്യത്വത്തിൻ്റെ തെളിവാണ്. വളഞ്ഞ വഴിയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് പരിശ്രമിക്കുന്നവർ അപൂർണമായ ശിഷ്യത്വത്തിൻ്റെ അടയാളമാണെന്ന് ഓർക്കണം. യേശുവിനോട് നമുക്ക് എന്തും അപേക്ഷിക്കാം, എന്നാൽ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വിലയില്ല. നമ്മുടെ സ്വാർത്ഥതകൾക്ക് ദൈവം ഉത്തരം നൽകില്ല. അതാണ് സുവിശേഷങ്ങൾ നമ്മളെ നിരന്തരമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളോട് നാം സഹകരിക്കാതെ തങ്ങളുടെ പദ്ധതികളോട് ദൈവം സഹകരിക്കണമെന്ന് പറയുന്നത് ശിഷ്യത്വ മനോഭാവമല്ല എന്ന് തിരിച്ചറിയണം. നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കും, ദൈവമേ നീ അത് എന്നോട് സഹകരിച്ചു കൊണ്ടിരിക്കണം, മറിച്ച ദൈവമേ നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ കൊണ്ടുപോയി എത്തിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ യഥാർത്ഥമായ ശിഷ്യത്വവും യഥാർത്ഥമായ പ്രാർത്ഥനയും. ഇന്നേ ദിവസത്തിൽ സബദിപുത്രന്മാരുടെ അമ്മ വന്ന് തങ്ങളുടെ മക്കളായ യാക്കോബിനും യോഹന്നാനും വേണ്ടി ചോദിക്കുമ്പോൾ സുവിശേഷത്തിൽ ഈശോ പറയുന്നു അത് ആ ഒരു കാരണം തന്നെ അവിടെ മറ്റു സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം ശിഥിലമാകാനായിട്ട് കാരണമായി. എനിക്ക് പ്രിയപ്പെട്ടവർക്ക് എല്ലാം നല്ലതുണ്ടാകട്ടെ. ഞാനെന്നൊരു ഭാവം അത് അഹങ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് ഇന്നത്തെ വായനകൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ ഒരു നൊയമ്പ് കാലഘട്ടത്തിലൊക്കെ ആയിരിക്കുന്ന അവസരത്തിൽ അങ്ങനെ ഒരു മനോഭാവം, ഞാനെന്ന മനോഭാവം, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊരു മനോഭാവം, ഞാൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണെന്ന മനോഭാവം, ആ ഒരു മനോഭാവം നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ കടന്നു വരുമ്പോഴല്ലേ ബന്ധങ്ങളിൽ നമുക്ക് പൊരുത്തക്കേടുകൾ ഉണ്ടാകുന്നത്. സൗഹൃദങ്ങളിൽ കടന്നു വരുമ്പോഴല്ലേ
മറ്റു സുഹൃത്തുക്കളുടെ കൂട്ടുകാരുടെ കുറവുകളെ നമുക്ക് സഹിക്കാനായിട്ട് പറ്റാതെ പോകുന്നത്? ഞാൻ പറഞ്ഞത് മാത്രം നടക്കാതെ പോകുമ്പോൾ, ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന ഒരു ചിന്തയിലേക്ക് വരുമ്പോൾ ഈശോ പറയാണ്, ആ ചിന്തകൾ നീ മാറ്റണം. ഈ ഇന്നേ ദിനത്തിൻ്റെ എല്ലാ ദൈവികമായ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.